എൻ്റെ വ്യക്തിപരമായ അനുഭവം, കാരണം ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട്, കാരണം ഞാൻ എൻ്റെ ഒരു അറിവ് ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് CPM-ന്റെ കൊടി പിടിച്ച ഒരാളാണ് ഞാൻ. ആ ചെങ്കൊടി പിടിക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ അമ്മ എപ്പോഴും എന്നെ കളിയാക്കും. കാരണം CPM-ന്റെ കൊടി ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ കെട്ടി എപ്പോഴും ഞാൻ എൻ്റെ ചെവരിലിങ്ങനെ വെച്ചേക്കും. SFIയുടെയും CPM-ന്റെ കൊടി. സന്ദേശ സിനിമയിൽ നമ്മളെ ശ്രീനിവാസന്റെ മുറിയില്ലേ, അതുപോലെ. അതൊരു വികാരമാണ്, അതൊരു ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഒരു എസ്തെറ്റിക്സ് അല്ലാതെ, അല്ലെങ്കിൽ കാണുന്നതിലെ ഭംഗിയും നമുക്കുണ്ടാകുന്ന വികാരവുമല്ലാതെ ആ ഒരു രാഷ്ട്രീയം, ആ ഒരു കാര്യം നാടിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം സമൂഹത്തെ നന്നാക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തിരസ്കരിക്കപ്പെടുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്ന രാഷ്ട്രീയമാണ് എപ്പോഴും CPM രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം. അത് തിരിച്ചറിയാൻ എനിക്ക് തന്നെ ഒരു അനുഭവം വേണ്ടി വന്നു, ഒരു തിക്താനുഭവം വേണ്ടി വന്നു. ഞാൻ ആക്രമിക്കപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ നന്നായി എന്നുള്ളതാണ്. അന്ന് ഞാൻ ആക്രമിക്കപ്പെട്ടില്ലെങ്കിൽ, അന്ന് ഞാൻ വ്യക്തിഹത്യ നടത്തപ്പെട്ടില്ലെങ്കിൽ, അന്ന് CPM എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് എത്ര വികൃതമായി പോയേനെ. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നത് 23 വയസ്സ് കഴിഞ്ഞ് 24ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അന്ന് ഉറച്ചു പോകുമായിരുന്ന എൻ്റെ രാഷ്ട്രീയത്തെ, പക്ഷേ ഈശ്വരൻ എനിക്ക് വേറൊരു യഥാർത്ഥ ഒരു കാഴ്ചപ്പാട് ഈശ്വരൻ എന്നിലേക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കൊരു ബോധം ഉണ്ടാവണം. അതിന് എനിക്ക് മോശ അനുഭവങ്ങൾ ഗുണപ്പെട്ടു എന്നുള്ളതാണ്.